நான் வீழ்வேன் என்று நினைத்தாயோ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ന്യൂസാണ്, അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയൊരു ന്യൂസാണ്. നിക്കോൺ കമ്പനി റെഡ് സിനിമ ക്യാമറ കമ്പനീനെ മേടിച്ചു. കുറേ കാലമായിട്ട് അങ്ങനെ എക്സൈറ്റിംഗ് ന്യൂസൊന്നും നിക്കോണിൻ്റെ സൈഡിൽ നിന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കപ്പോഴാണ് ഇതിപ്പോൾ ഈ ന്യൂസ് റെഡിന് ഒഫീഷ്യലായിട്ട് കൈക്കലാക്കി. അതായത് റെഡിൻ്റെ 100% ഷെയറും ഇപ്പം നിക്കോണിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി റെഡ് വരുന്നതെന്ന് പറയുന്നത് നിക്കോണിൻ്റെ ഒരു സബ്സിഡറി ബ്രാൻഡായിട്ടാണ്. ഒരു സൈഡിൽ ക്യാനനും സോണിയും കൂടെ ലൈം ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് അതിറക്കുന്നു ഇതിറക്കുന്നു അങ്ങനെ എങ്ങനെയെന്ന് ഇരിക്കുന്നു. ഔട്ട് ഓഫ് നോവെയറാണ് ഈ ഒരു ന്യൂസ് വന്നത്. അങ്ങനെ ലൈം ലൈറ്റ് ഫുള്ള് നിക്കോണിൻ്റെ ഭാഗത്തങ്ങ് തിരിഞ്ഞു. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഇതിൻ്റെ മുമ്പ് Z9 അതോ Z9 Mark II റിലീസ് ചെയ്തപ്പോഴേക്കും അതിൽ അൺകംപ്രസ്ഡ് റോ വെച്ചിട്ടുണ്ടായിരുന്നു. റെഡ് പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺകംപ്രസ്ഡ് റോ അവർക്ക് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ കോടതി അതിനങ്ങ് തള്ളി. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നെ ഇത് നിക്കോൺ മൊത്തത്തിൽ അങ്ങ് റെഡിനങ്ങ് മേടിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കാം? റെഡിന് നിക്കോണിൻ്റെ ലെൻസ് അഡാപ്റ്റർ വരും. നിക്കോണിലും റെഡിൻ്റെ കളർ സൈൻസ് വരാനും ചാൻസ് ഉണ്ട്. ശരി, ഏതായാലും ഫ്യൂച്ചറിൽ എന്താണെന്ന് നോക്കാം. പിന്നെ ഇത് ഫസ്റ്റ് ടൈം അല്ല ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പേയും ഇവർ 2016 MRMC എന്ന് പറഞ്ഞിട്ടൊരു റോബോട്ടോം മാനുഫാക്ചറിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മാർട്ട് ടെലസ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫ്രഞ്ച് കമ്പനി യൂണിസ്റ്റെല്ലർ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ഓക്കെ.